കേരളത്തിലെ പാരന്റ്സ് പറയുന്ന എന്റെ മക്കളുടെ ബാഗിൽ ഒരു തകരാറുമില്ല, എന്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വടകര കഴിഞ്ഞ ദിവസം 4 മണിക്ക് സ്കൂൾ വിട്ടപ്പോ 6ാം ക്ലാസ്സിലെ കുട്ടിയെ ഓടി ഓടി വീട്ടിലേക്ക് പോകുന്ന വെപ്രാളത്തിൽ ആ കുട്ടിയുടെ ബാഗ് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ബാഗിൽ നിന്നൊരു പൊതി താഴെ വീണിരുന്നു. ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ അവിടെ നിന്ന പോലീസുകാരൻ ആ പൊതിയെടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ കുട്ടിയുടെ കൈ തട്ടി ആ പൊതി താഴേക്ക് വീണുപോയി. താഴേക്ക് വീണപ്പോ ആ പൊതി പൊട്ടിപ്പോയി. ആ പൊതിയിൽ നിന്ന് പൊട്ടി താഴേക്ക് ചിതറിയ സാധനം കണ്ട് ഞെട്ടിയത് കുട്ടിയല്ല, ആ പോലീസുകാരനാ ഞെട്ടിയത്. 6ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്ന് താഴേക്ക് വീണ് ചിതറിയത് 2.25 കിലോ കഞ്ചാവായിരുന്നു. കുട്ടിയോട് ചോദിച്ചു, കുട്ടി ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഇത് എനിക്ക് സ്കൂൾ പറഞ്ഞ നേരത്തെ ആ ഏട്ടൻ തരുന്നുണ്ട്, ഈ ഏട്ടന് കൊണ്ട കൊടുക്കണം. എന്ത് തരും സമ്മാനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു സിൽക്കി ബാർ മുട്ടായി തരും. നമ്മൾ പുതിയ നിയമപ്രകാരം കുട്ടി 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്, കുട്ടീനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പറ്റുമോ? കുട്ടിയല്ലേ, അന്തം വിട്ട ബോധം. അതുകൊണ്ട് കുട്ടിയുടെ പാരന്റ്സിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പം ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യന്റെ ഒരു വരവുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. ഇങ്ങനെ പോലീസിനെ തെറിവിളിച്ചുകൊണ്ട് ഒരു വരവ്. പോലീസിനോട് ഗേറ്റിന്റെ അടുത്ത് അമ്മ പറഞ്ഞ വർത്താനം എന്താ അറിയോ? എന്റെ ഭർത്താവിന് ഗൾഫിൽ 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് പോലീസേ. അങ്ങനെ 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള എന്റെ ഭർത്താവിന്റെ മോള് എന്തിനാണ് കഞ്ചാവ് വിറ്റ് ജീവിക്കുന്നത്? പോലീസെല്ലാം കള്ളന്മാരാണ്, എന്റെ മകളെ നിങ്ങൾ ഉടുക്കിയതാണ്. അങ്ങനെ പോലീസിനെ കുറിച്ച് വാദോരാതെ ഇങ്ങനെ ഇളക്കി മറിക്കുകയാണ്. അന്നേരത്തെ ഓരോ എന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, കേൾക്കണം നാട്ടുകാരെ. അപ്പൊ ആ പാവപ്പെട്ട 6ാം ക്ലാസ്സിലെ കുട്ടിയില്ലേ, അന്തം വിട്ട ബുദ്ധിയല്ലേ, ഒടുക്കത്തെ ധൈര്യ കുട്ടിക്ക്. ആ കുട്ടി പറഞ്ഞു, അമ്മ ഉമ്മ നിങ്ങൾ പോലീസ് അങ്കിളിനെ ചീത്ത വിളിക്കരുത്, അതെന്റെ ബാഗിൽ നിന്ന് വീണ സാധനമാണ്, ആ ഏട്ടൻ തന്നതാ, എനക്ക് ഡെയിലി എന്റെ ബാഗിൽ തരൂ ഏട്ടൻ, എന്താണെന്ന് എനിക്കറിയില്ല. ആ അമ്മ ആ കുട്ടീന്റെ വായടപ്പിച്ച എങ്ങനെയാണെന്നറിയോ? ഇനി ഇത് ഏറ്റെടുത്താൽ എന്റെ വീട്ടിൽ വളർന്നു വരുന്നൊരു പെങ്ങളില്ല, എനിക്ക് അതിന്റെ കല്യാണാലോചന മുടങ്ങിപ്പോന്നുള്ള വല്ല ബോധമുണ്ടോ? പോത്തെ 6ാം ക്ലാസ്സിലെ കുട്ടി ലഹരിക്കെതിരെ പോലീസ് കുട്ടിയുടെ ബാഗിൽ നിന്ന് ലഹരി കണ്ടെടുത്തപ്പോ ഈ കുട്ടിയുടെ അമ്മ പറയാ, എന്റെ മൂത്ത മോളെ കല്യാണം മുടങ്ങുന്നതുകൊണ്ട് കുട്ടി ഇനി ഒരിക്കലും അത് പറയരുതെന്ന്. ഇത് തന്നെയാണ് കേരളത്തിലെ ലഹരി മാഫിയുടെ വിജയവും. കേരളത്തിൽ ലഹരി കടത്താൻ ഏറ്റവും നല്ല മാർഗം കുട്ടികളുടെ ശരീരമാണ്, ബാഗാണെന്ന് ബോധ്യമുള്ള ഒരു ലഹരി മാഫിയയും. എന്റെ മക്കളുടെ ശരീരത്തിൽ, എന്റെ മക്കളുടെ ബാഗിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല എന്ന് 100% വിശ്വസിക്കുന്ന രക്ഷാകർത്താക്കളുമുള്ള ലോകത്ത് ഇവിടെ രക്ഷാകർത്താവ് വിജയിക്കുമോ, ലഹരി മാഫിയ വിജയിക്കുമോ? വേമ്പ്ര ആരാ വിജയിക്കുക? ലഹരി മാഫിയ. നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഈ സാധനം കണ്ടെടുത്തോ പോലീസിനെ അല്ലാതെ ഏതെങ്കിലും ലഹരി മാഫിയ ആരെങ്കിലും കുറ്റപ്പെടുത്തിയ? ഇത് തന്നെയാണ് ലഹരി മാഫിയുടെ വിജയം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ? കേരളത്തിലെ ഡ്രഗ് ടെററിസത്തിന്റെ ഭാഗമായി കേരളത്തിൽ നശിക്കപ്പെടുന്ന കുട്ടികളെ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് കുട്ടികളെയാണ്. 4 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കുട്ടികളെ ഡ്രഗിന് അടിമപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഭീകരമായ ശ്രമം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഇതിനെതിരെ പോരാട്ടം നടത്തേണ്ടുന്ന മനുഷ്യജന്മങ്ങളെ ഈ സദസ്സിൽ കാണുന്നില്ല. ഒരെല്ലാം പോയി ഈ 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ എവിടെ? ഈ മഹലിൽ 150 വീടുണ്ടല്ലോ, ആ 150 വീടുകളിൽ ഓരോ ചങ്ങായിനെങ്കിലും ഇവിടെ കാണണ്ടേ? ഈ വന്ന കുറെ പാവപ്പെട്ട കുറച്ച് കുട്ടികളുണ്ട്. ഈ കുട്ടികളെ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ ശക്തരായ വക്താക്കളാക്കി മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾക്ക് പേടിയൊന്നുമില്ല. കേരളത്തിന്റെ ഒരു സ്ഥിതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. സർ, നിങ്ങൾ മദ്യം ഉപയോഗിക്കുമോ? ഇല്ല. നിങ്ങൾ ഉപയോഗിക്കോ സർ? ഇല്ല. അല്ല ഓപ്പറേറ്റർ, നിങ്ങളെ സ്ഥിതി എന്താ? ഇല്ല അല്ലെ? തങ്കപ്പെട്ട നാട് തന്നെ കേട്ടാ. പക്ഷെ ഈ തങ്കപ്പെട്ട ഇല്ല എന്ന് പറയുമ്പോൾ എനക്കെന്താ പേടിയെന്നറിയോ? നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലല്ലോ. ഓരോരുത്തരും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എന്റെ കാരള് പകുതി അങ്ങ് കത്തിപ്പോവാണ്. കാരണം കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ, ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടി മുതൽ ഇപ്പം മരിക്കാൻ പോകുന്ന ആള് വരെ, അതാണ് ജനസംഖ്യ. ഈ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. അറിയോ നിങ്ങള്? കേരളത്തിൽ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് 4.75 ലിറ്ററാണ്. അതായത് സാറേ, നിങ്ങളെ പേരിൽ 4.75 ലിറ്റർ ആരോ കുടിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആൾ 9.4 കുടിക്കണം. അപ്പൊ നിങ്ങളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യക്ഷൻ കുടിക്കണം, ബാക്കിയെല്ലാം.